ഹലോ, എൻ്റെ ഫ്രണ്ട് ദുബായിൽ നിന്ന് ഒരു മാസത്തിന് ലീവിന് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആൾ ഈ തിങ്കളാഴ്ച തിരിച്ച് പോവാണ്. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ബ്രദറും ദുബായിലാണേ. അപ്പോൾ അവൻ എന്തെങ്കിലും കൊടുത്തുവിടാനുണ്ടെങ്കിൽ അവിടെ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചിലരോടൊക്കെ അങ്ങോട്ട് എന്തെങ്കിലും കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞാൽ ചിലർക്ക് മടിയല്ലേ. അപ്പോൾ ഇങ്ങോട്ട് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അമ്മയ്ക്കും ഭയങ്കര സന്തോഷമായി. അവനിപ്പോൾ പോയിട്ട് 4 മാസമൊക്കെ ആയി. അപ്പോൾ അച്ചാറും കാര്യങ്ങളൊക്കെ കൊടുത്തിടാനായിട്ട് ആരെങ്കിലും പോകുന്നുണ്ടോ എന്നിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നേ. അപ്പോൾ അവളിങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ ചമ്മന്തിപ്പൊടി, അച്ചാർ, അതുപോലെ ബീഫ് അച്ചാർ, മീനച്ചാർ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ചാച്ചിയും അമ്മയും ഞാനും ഒക്കെ ആയിട്ട് ഇത് കുപ്പിയിൽ പാക്ക് ചെയ്തേ. അപ്പോൾ ഒരുപാടൊന്നും കൊടുത്തു വിടുന്നില്ല, കുറച്ചേ കൊടുത്തു വിടുന്നുള്ളൂ കേട്ടോ. അവൾക്ക് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചേ കൊടുത്തു വിടുന്നുള്ളൂ. ചമ്മന്തിപ്പൊടി, മാങ്ങാച്ചാർ, അതുപോലെ ബീഫ് അച്ചാറൊക്കെ ഉണ്ട്. കുറച്ച് എണ്ണ കുറച്ചാണ് ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. ലീക്ക് ആകുമെന്ന് ഡൗട്ടുണ്ട്. എന്നാലും മാക്സിമം നമ്മൾ ഈ ഒരു ടേപ്പൊക്കെ വെച്ച് ടൈറ്റ് ചെയ്ത് പാക്ക് ചെയ്താണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മാങ്ങാച്ചാറിൻ്റെയും ബീഫ് അച്ചാറിൻ്റെയും ഒക്കെ റെസിപ്പി ഞാൻ അടുത്ത ഷോർട്സൊക്കെ ആയിട്ട് ഇടാമേ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ ഒരു 1/2 കിലോയുടെ കുപ്പിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. 4 കുപ്പിയാണ് വാങ്ങിച്ചത്. ഇതുപോലെ ഒട്ടും വെള്ളമില്ലാതാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കി. അതുപോലെ ഓയിൽ കുറച്ചുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ പാക്ക് ചെയ്ത് നമ്മൾ പേരൊക്കെ എഴുതി സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ വീട് ചങ്ങനാശ്ശേരിയാണ് കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും കൂടാണ് കൊണ്ട് കൊടുക്കാൻ പോയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ പാക്ക് ചെയ്ത് പേര് എഴുതി സെറ്റ് ചെയ്തേ. അപ്പോൾ പോകുന്ന വഴിക്ക് അവന് കുറച്ച് ഓയിലും അതുപോലെ മെഡിസിനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് അവൾ നമുക്ക് മാങ്ങയൊക്കെ പറിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അവിടെ വീട്ടിൽ മാവുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ ദുബായിൽ പോകുന്നതിന് മുൻപായിരുന്നെങ്കിൽ ഓഫീസിൽ ഈ മാങ്ങാ സീസണൊക്കെ ആകുമ്പോഴത്തേന് അവൾ ഓഫീസിൽ കൊണ്ട് തരുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ മിസ് ചെയ്തു. അപ്പോൾ ഇത്തവണ വീട്ടിൽ ചെന്നപ്പോഴത്തേന് അവൾ കുറേ മാങ്ങയൊക്കെ പറിച്ച് തന്നിട്ടുണ്ടായിരുന്നേ. ഇത്രയും വലിപ്പമുള്ള മാങ്ങയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ മാങ്ങയൊക്കെ പറിച്ച് സെറ്റ് ചെയ്തു. പിന്നെ അവിടെ വീട്ടിലൊരു പട്ടി ഉണ്ടായിരുന്നേ, സൂസി എന്നാണ് കേട്ടോ പേര്. നല്ല ക്യൂട്ടൊരു പട്ടിയായിരുന്നേ. പിന്നെ എന്തൊക്കെയുണ്ടോ അതെല്ലാം അവൾ ഓടി നടന്ന് പറിച്ച് തരുമായിരുന്നു കേട്ടോ. കുറേ കാന്താരിയും അതുപോലെ മൾബറിയൊക്കെ ഇല്ലേ, അതൊക്കെ അവൾ പറിച്ച് തന്നിട്ടുണ്ടായിരുന്നേ. നേരത്തെ ഓഫീസിലുണ്ടായിരുന്ന സമയത്തായിരുന്നെങ്കിലും വീട്ടിലുള്ളതിൻ്റെ ഒരു വീതം കൊണ്ട് തരാമെന്നൊക്കെ പറയില്ലേ, അതുപോലായിരുന്നു കേട്ടോ. എന്തുണ്ടെങ്കിലും അതൊക്കെ പറിച്ച് നമുക്ക് തരുമായിരുന്നേ. പിന്നെ എൻ്റെ അമ്മ എവിടെ പോയാലും നോക്കുന്ന ഒരു സാധനമാണ് ഈ ചെടി എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ഈ ഒരു മണി പ്ലാന്റ് കണ്ടിട്ടുണ്ടായിരുന്നേ. ഈ ഒരു ഗ്രീനും വൈറ്റും കൂടെ വരുന്ന ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഒരു മണി പ്ലാന്റ് ആയിരുന്നേ. അപ്പോൾ അതും അമ്മ നോക്കി വെച്ചിട്ട് അത് അവളോട് പറഞ്ഞപ്പോൾ അവളത് പറിച്ച് തന്നേ. പിന്നെ ഈ ഒരു മൾബറിയും അതൊക്കെ നമുക്ക് അവൾ പറിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഇവളങ്ങ് ദുബായി പോയി കഴിയുമ്പോഴത്തേന് മിസ്സിങ് തോന്നാതിരിക്കാനായിട്ട് സജിയമ്മ കുറേ ചെടിയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ ചെടിയൊക്കെ പിടിപ്പിച്ചേക്കുന്നത് കാണാനായിട്ട്. പിന്നെ ഈ ഒരു പഴവും കപ്പയും ഒക്കെ സെറ്റ് ചെയ്ത് പാവം ഞങ്ങൾക്ക് തന്നു വിട്ടു കേട്ടോ. അപ്പോൾ ഇനി ഒരു വർഷം കഴിഞ്ഞ് ഞങ്ങൾ കാണുള്ളൂ. അങ്ങനെ ഞാനും അമ്മയും തിരിച്ച് വീട്ടിലേക്ക് പോരുന്നു കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.